ഇന്നത്തെ വീഡിയോ പട്ടാമ്പി നേർച്ച വിശേഷങ്ങളാണ്. റിയോ ഇപ്പൊ അത്യാവശ്യം നടക്കാനൊക്കെ തുടങ്ങി. പോപ്പിയാണെങ്കിൽ ഇവിടുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്ര തുടങ്ങാൻ പോകണല്ലോ കേട്ടോ. ഞാൻ ചെല്ലുമ്പോൾ ഇതിനും ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാമിലിനെ നമ്മളൊരു ബിൽഡിംഗിന്റെ മുകളിൽ കയറ്റി. നേർച്ച അങ്ങനെ നടന്നു കാണുന്ന വേറെ രസമാണ്. മാത്രമല്ല അതിന്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് കൊടുക്കാം. ഇപ്രാവശ്യം നോമ്പൊക്കെ കഴിഞ്ഞ കാരണം ടീംസ് ഒക്കെ ഫുൾ ഫോമിലാണ്. ബിൽഡിങ്ങുകളിലൊക്കെ സൂചി കുത്താൻ പോലും ഇടയില്ല കേട്ടോ. അങ്ങനെ ഓരോ ടീമായിട്ട് വരാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളം കൂടി തുടങ്ങി. അതിന്റെ ഇടയിൽ നമ്മുടെ തങ്ങളിനെ രാജേഷേട്ടനൊക്കെ കണ്ടുമുട്ടി. ഇത് കണ്ടോ നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് നടന്നപ്പോൾ നിതിന്റെ അനിയൻ മുന്നിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഈ കലാരൂപം ഇപ്പോൾ അന്യം നിന്ന് പോയില്ല. രാത്രി ആയപ്പോഴേക്കും ഫുൾ ടീം എത്തിയിട്ടോ. ഈ തിരക്കിന്റെ ഇടയിൽ വീഡിയോ എടുക്കൽ കുറച്ച് പണി തന്നെയാണ്. കൈ കാണിക്കലിൽ മൂസിനെ വെട്ടിക്കാനുള്ള പുറപ്പാടിലാണ് ആരിസ്ക. കുറെ ടീമുകളൊക്കെ മഞ്ഞ കളറിലുള്ള കോസ്റ്റ്യൂമായി ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ മാസമായിട്ട് നടന്നു പോകുന്ന ഒരാളെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് സിഗ്നലിന്റെ അവിടെ എത്തി. ഇവിടെയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഘോഷയാത്ര തുടങ്ങുന്നിടത്താണ് ഈ പോക്ക്. ചെക്കന്മാരൊക്കെ അന്വേഷിക്കാണെങ്കിൽ ഇപ്രാവശ്യം 3 ആന ഇറക്കിയ ടീമുകൾ കുറവാണ്. അതിന്റെ ഇടയിൽ നമ്മൾ നോർത്ത് ചെറിയൊരു കശപിച്ചുണ്ടായി. അറിവിടെ ഇല്ലാതെ എന്ത് പട്ടാമ്പി നേർച്ച. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നടക്കാൻ തുടങ്ങി. ചില വീഡിയോസിലൊക്കെ നമുക്ക് നല്ല ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. 2 ടീമൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഭയങ്കര തിരക്കായി. ടീമിൽ ഇറങ്ങിയില്ലെങ്കിലും കുട്ടികളൊക്കെ വേറെ വൈബാണ്. ഈ ഒരു ഫ്രെയിം എന്തിനടുത്ത് വെച്ചാൽ നിൽക്കാൻ അറിയില്ല. ചില ആനകൾ നെറ്റിപ്പെട്ടല്ലെങ്കിലും കൂടി അടിപൊളി ലുക്കാണ്. കുറെ നടന്നപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ചാട്ട് മസാല ഇട്ട് വെജിറ്റബിൾ മിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മേടിച്ചിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേർച്ച വരവ് തുടങ്ങി. നേർച്ച കമ്മിറ്റി ടീമിന്റെ ഒപ്പം ഓരോ ടീമായിട്ട് വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ച്. ഇപ്രാവശ്യം 12 മണി വരെ ടൈം കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു ടീം വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമായിരുന്നു അടുത്ത ടീം വന്നിരുന്നത്. പെട്ടെന്നുള്ള ഗതാഗതത്തിന് ഇത് ഉപകാരപ്പെട്ടു. പക്ഷേ ടീമുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു രസം കുറഞ്ഞു. അങ്ങനെ ഓരോ ടീമായിട്ട് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ തന്നെ ക്ലീനിങ് തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ മാസ്ക് മാൻ. പിന്നെ വളാഞ്ചേരി എന്ന് വന്നൊരു ഗഡിയെ കിട്ടി. ആളുടെ പേരിന് കുറച്ച് നേരം രാഷ്ട്രീയ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് ഞാനും ഇതിനും പിരിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ വെറൈറ്റി കുറച്ച് ഡ്രസ് കോഡുകൾ ഉണ്ട്. സിനിമാ സെറ്റിൽ മൈക്ക് പിടിക്കണം പോലെയാണ് ഈ ചങ്ങായി പിടിച്ചിരിക്കുന്നത്. ഡേ പോകണം അടുത്ത 2-3 വെറൈറ്റി ഐറ്റംസ്. പിന്നെ നമ്മൾ 3 പാക്കറ്റ് ഏറുവടക്കം മേടിച്ചു. അങ്ങനെ നടക്കുമ്പോൾ ഒരു പയ്യൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാണ്. പിന്നെ നമ്മുടെ റിയോനും പോപ്പിക്കും വേണ്ടി കളിപ്പാട്ടം മേടിച്ചു. പിന്നെ എല്ലായിടത്തും പോയാലും നമ്മൾ സ്വീറ്റ്സ് മേടിക്കണല്ലോ. അതും കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് നടക്കാൻ. നാളത്തെ ഹരിതകർമ്മ സേനക്കാർക്കുള്ള പണിയാണ് ഈ കാണുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബൈ.